ജൂലൈ 18 വിശുദ്ധ സിംബ്രോസയും 7 മക്കളും. ട്രോജൻ ചക്രവർത്തിയുടെ മതപീഡനം ആൻഡ്രിയൻ ചക്രവർത്തി തുടർന്നു. ജുപിറ്റർ ദേവന്റെ ബിംബം ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ സ്ഥാനത്തും, വിനേസിന്റെ ബിംബം ഗാഗുൽതായിലും, അഡോണിസിന്റെ ബിംബം ബെത്ലഹേമിന്റെ സ്ഥാനത്തും സ്ഥാപിച്ചു. അത് ആരാധിക്കുവാൻ ജനങ്ങളെ നിർബന്ധിച്ചു. എന്നാൽ വിധവയായ സിംബ്രോസായും അവളുടെ 7 മക്കളും ദൈവത്തെ മാത്രം ആരാധിച്ചു. മർദ്ദനത്തിനെതിരായ ക്രിസ്ത്യാനികളെ സഹായിച്ചും ജീവിച്ചു പോന്നു. ഇത് മനസ്സിലാക്കിയ ചക്രവർത്തി ഈ ദേവന്മാരെ ആരാധിക്കാൻ നിർബന്ധിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ പ്രതി ക്രൂരമർദ്ദനങ്ങൾ സഹിച്ചവരെ മനുഷ്യന്മാർ പുച്ഛിക്കുകയും മാലാഖമാർ അവരെ സ്തുതിക്കുകയും അവർ നിത്യജീവൻ ആസ്വദിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവൾ ചക്രവർത്തിയെ എതിർത്തു. ഇതിൽ കുപിതനായ ചക്രവർത്തി അവളുടെ തലമുടി കൊണ്ട് കെട്ടിത്തൂക്കുകയും ഒരു കല്ല് കഴുത്തിൽ കെട്ടി പുഴയിൽ എറിയുകയും ചെയ്തു. മക്കളെയും പല രീതിയിൽ പീഡിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത രീതിയിൽ കൊല ചെയ്യുകയും ചെയ്തു.